അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ ദാരിദ്ര്യം കൊണ്ട് ഇടങ്ങേറാവുന്നവരുണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ ചില ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഴിയുന്നവരുണ്ട്, നമുക്കിടയിൽ തന്നെ ഉണ്ട്. കാരണം ദാരിദ്ര്യമാണ്, നല്ല സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് മൂലം, നല്ല വരുമാനം ഇല്ലാത്തത് മൂലം. ചില സഹോദരന്മാർക്കാണെങ്കിലോ കടം കൊണ്ട് ഇടങ്ങേറാവുന്നവരാണ്, എന്നും ബുദ്ധിമുട്ടാണ്, എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഒന്നും തികയുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക വിഷമങ്ങളൊക്കെ മാറാനും നല്ലൊരു ഐശ്വര്യമുള്ളൊരു ജീവിതത്തിനൊക്കെ, അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല സമ്പത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാവാനും ഒക്കെ ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഞാൻ ഈ പറയുന്നൊരു ദിക്ർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദിക്റാണ്. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള, വളരെ ഫലം കിട്ടുന്ന ഒരു ദിക്റാണിത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു മാറ്റം തന്നെ ഉണ്ടാവുന്നതാണ്. സമ്പത്ത് നമ്മളെ തേടി വരുന്നതാണ്, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ ഒരു ദിക്ർ നമ്മൾ സുബ്ഹിയുടെ സമയത്താണ് ചൊല്ലേണ്ടത്. നമ്മളെല്ലാവരും ഫർള് നിസ്കരിക്കുന്നവരാണ്. 5 വഖത്ത് ഫർള് നമസ്കാരം നമ്മളെല്ലാവരും നിസ്കരിക്കുന്നതാണ്. അപ്പോൾ ഈ സുബ്ഹിയുടെ സമയത്ത് നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലുക. ഈ ഒരു ദിക്ർ നമ്മൾ 100 തവണയാണ് ചൊല്ലേണ്ടത്. ദിവസേന എന്നും മുടങ്ങാതെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടാൻ, നല്ലൊരു ജീവിതം, മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി ചെല്ലാനുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ നാം ഓരോരുത്തർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആ ഒരു അവസ്ഥകളൊക്കെ മാറാനും നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാവാനും ഒക്കെ ഈ ഒരു ദിക്ർ മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമൊക്കെ മാറാൻ, അതുപോലെ ഐശ്വര്യമുള്ള ജീവിതമൊക്കെ കിട്ടാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാം ഓരോരുത്തരുടെയും വിഷമങ്ങളും ഒക്കെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ, ആമീൻ. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ഒരു ദിക്ർ നമ്മൾ 100 തവണ നമ്മൾ പതിവാക്കുക. സുബ്ഹിയുടെ സമയത്ത്, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി. 100 തവണ നമ്മൾ ദിവസേന ആത്മാർത്ഥമായി നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം മനസ്സിലുറപ്പിച്ച് ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാഹ് ഫലം കാണുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ഓരോരുത്തരും ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കുക. നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം, നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ലൊരു ജീവിതം ഉണ്ടാവുക, പ്രയാസങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുക എന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി ചെല്ലാനുള്ളൊരവസ്ഥ അതൊക്കെ മാറാനും, ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ ഒരു ദിക്ർ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ കടം കൊണ്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്. പല തരത്തിലാണ് ഓരോരുത്തരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.